ഷഡ്ഡി മാറുന്ന പോലെ എളുപ്പമാണോ പാർട്ടികൾ മാറാൻ? അല്ല. പ്രത്യേകിച്ച് ഒരു പാർട്ടിയുടെ ബാനറിൽ ജയിച്ചു വന്ന AAP പോലുള്ള പാർട്ടിയുടെ ബാനറിൽ ജയിച്ചു വന്ന ചഡ്ഡ രാജീവ് ചഡ്ഡ പെട്ടെന്ന് തന്നെ BJPയിലേക്ക് പോയപ്പോൾ നമ്മൾ ഇങ്ങനെയാണോ നാട്ടിൽ ഇതൊക്കെ ഇത്രയേ ഉള്ളൂ, ഷഡ്ഡിയൊക്കെ മാറുന്ന പോലെയാണോ, അയച്ചിട്ട് കളയലാണോ പാർട്ടി എന്ന് ചിന്തിച്ചു പോകും. അല്ല, നമ്മുടെ നാട്ടിൽ ഡിഫെക്ഷൻ ലോയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഒരു പാർട്ടിയുടെ തന്നെ 10 MP-മാർ, അവിടെ രാജ്യസഭയിലുള്ള 10 MP-മാരിൽ 10 ആളിൽ 7 ആള് മാറുമ്പോൾ അതിൻ്റെ ഡിഫെക്ഷൻ ലോയുടെ ലൂപ്പ് ഹോളാണത്. ഒരു പാർട്ടിയുടെ ബഹുഭൂരിപക്ഷം വരുന്ന മെമ്പർമാർ അപ്പുറത്തേക്ക് മാറിക്കഴിഞ്ഞാൽ അവരെ അയോഗ്യരാക്കാനുള്ള നിയമത്തിലുള്ള പഴുതും കൂടി മനസ്സിലാക്കിയിട്ടാണ് ചഡ്ഡി ചാടിയത്. അപ്പൊ ചഡ്ഡിയുടെ ഈ ചാട്ടം പെട്ടെന്നൊരു ദിവസം ഉണ്ടായ ബോധോദയമാണോ? അല്ല. ഇത് ഒരു തരത്തിലുള്ള ബൈയിങ് ആണ്. ഇത് കുറെ കാലമായി ഇതിന്റെ ചർച്ച നടക്കുന്നുണ്ടാവും. എത്രയാണ് നിന്റെ ചാർജ്, എത്രയാണ് മറ്റേയാളെ ചാർജ്, എത്രയാണ് ഈ ചാർജ്, ഇനി ചാർജിൽ വഴങ്ങാത്ത ആൾക്ക് വേണ്ടിയിട്ടുള്ള ED റെയ്ഡുകൾ, CBI റെയ്ഡുകൾ എല്ലാം നമ്മന്റെ കയ്യിലുണ്ട്. ഓരോ സമയത്തും ഓരോന്ന് പ്രയോഗിക്കുന്നതാണ്. അങ്ങനെ നിങ്ങൾ മാറിയില്ലെങ്കിൽ മാറാൻ നിർബന്ധിതരാകുന്ന രീതിയിലുള്ള കളികൾ കയ്യിലുള്ളവരാണ് നാം. അപ്പോൾ അതാണ് സത്യാവസ്ഥ. ഈ രാജീവ് ചഡ്ഡയും മാറുന്ന പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ അയാൾക്ക് പൈസ കിട്ടി അയാൾ മാറി. ഇറ്റ്സ് രാഷ്ട്രീയത്തിൽ സ്വാഭാവികമായി നമ്മൾ കണ്ടുവരുന്ന ഒരു പ്രതിഭാസമാണത്. പക്ഷെ ഇവിടെ നടന്നിട്ടുള്ളത് AAP എന്ന് പറയുന്ന പാർട്ടിയെ ഇല്ലാതാക്കാൻ കെജ്രിവാൾ ഡൽഹിയിൽ നടത്തി വന്നിരുന്ന റിഫോം പ്രവർത്തനങ്ങൾ ഇല്ലാതാക്കാൻ, അയാളെ ഉന്മൂലനം ചെയ്യാൻ, അയാളുടെ പാർട്ടിയെ ഉന്മൂലനം ചെയ്യാനുള്ള മാസ് കോർപ്പറേറ്റ് ബൈയിങ് ആയിരിക്കാം ഇവിടെ നടന്നത് എന്ന് നമ്മൾ സംശയിക്കേണ്ട സമയം അതിക്രമിച്ചില്ലേ എന്ന് ഞാൻ ചോദിച്ചാൽ തെറ്റുമോ? ഇല്ല, തെറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഇപ്പം നടന്നിരിക്കുന്നത് തെറ്റില്ല എന്ന് ഞാൻ പറയാൻ കാരണം ഈ കഴിഞ്ഞ ആഴ്ച ലാസ്റ്റ് വീക്കിൽ EDയുടെ റെയ്ഡ് നടന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ മനസ്സിലാവും. നമ്മുടെ AAPയുടെ ആളായിട്ടുള്ള അശോക് മിത്തലിന്റെ ലവ്ലി പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റി അങ്ങനെ ഒരു സ്ഥാപനമുണ്ട്. അതിലേക്ക് ED റെയ്ഡ് ഇരിച്ചു കയറിക്കൊണ്ട് 4 ഭാഗത്തുനിന്ന് റെയ്ഡ് നടന്നിട്ടുണ്ട്. ആ റെയ്ഡ് നടന്നത് വെറുതെ ആവുമോ? അപ്പൊ ഈ അശോക് മിത്തലും കൂടി ചഡ്ഡയുടെ കൂടെ ഇപ്പുറത്തേക്ക് ചാടിയെന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ഈ കഥയുടെ പൂർണ്ണഭാഗം നമുക്ക് ബുദ്ധിയുള്ളവർക്ക് ചിന്തിച്ചാൽ മനസ്സിലാകുന്നത്. ഓക്കെ, അപ്പോൾ ന്യൂഡൽഹി റൺസ് ഓൺ ഫിയർ നോട്ട് ഐഡിയോളജി. ന്യൂഡൽഹി ഓടുന്നത് രാഷ്ട്രീയം കൊണ്ടല്ല, ഭയത്തിന്റെ രാഷ്ട്രീയം കൊണ്ടാണ് ഓടുന്നത്. വേണമെങ്കിൽ ഒരു തരത്തിൽ ഇതിനെ BJPയുടെ സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറയാം. കാരണം ഇപ്പോൾ ഇവിടുന്ന് രാഹുൽ ഗാന്ധിയും ടീമുകളെ കൂടി രാജ്യസഭയിൽ ഒന്ന് തോപ്പിച്ചല്ലോ, വോട്ടെടുപ്പിൽ തോപ്പിച്ചുകൊണ്ട്. അതിനുള്ള ഫസ്റ്റ് സ്റ്റെപ്പാണിത്. ഇനി എത്ര ആളെ മേടിക്കുമെന്നുള്ളത് നേരിട്ട് കണ്ടു തന്നെ നമ്മൾ മനസ്സിലാക്കണം. വോട്ട് കൊണ്ടല്ല ഇതൊന്നും പ്രവർത്തിക്കുന്നതെന്ന് മാത്രം മനസ്സിലാക്കുക.